നമസ്കാരം. കന്യാകുമാരി മുതൽ കാസർഗോഡ് വരെ എന്ന യാത്രാ പരമ്പരയുടെ ഭാഗമായി കഴിഞ്ഞ കുറേ എപ്പിസോഡുകളിലായി നമ്മൾ എറണാകുളവും പരിസര പ്രദേശങ്ങളുമാണ് റെക്കോർഡ് ചെയ്തത്. അതിൽ കുമ്പളങ്ങി എന്ന ഗ്രാമീണ ഭംഗി ശരിക്കും ആസ്വദിച്ചു. അവിടെ നിന്ന് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് ചേറായി ബീച്ചിലാണ്. ഈ ചേറായി ബീച്ച് കൊച്ചിയിൽ അല്ലെങ്കിൽ എറണാകുളത്ത് വരുമ്പോൾ തീർച്ചയായിട്ടും ഒന്ന് വിസിറ്റ് ചെയ്യേണ്ട സ്ഥലം കൂടിയാണ്. ഗോൾഡൻ സാൻഡ് ബീച്ചാണ്. നമുക്ക് കാണാവുന്നതുപോലെ ശരിക്കും ബീച്ച് സ്പേസ് ഉണ്ട്. ആൾക്കാർ രാവിലെ മുതൽ, ഞങ്ങൾ രാവിലെയാണ് എത്തിയിരിക്കുന്നത്. ഇന്നിവിടെ നല്ല ചൂടാണ്. രാവിലെ വന്നിട്ട് തന്നെ നല്ല ചൂടാണ്. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞാൽ ചേറായി ബീച്ച് ശരിക്കും നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. അപ്പോൾ ഇന്നത്തെ കേരളത്തിൻ്റെ അതിമനോഹരമായ മറ്റൊരു എപ്പിസോഡിലേക്ക് എവരെയും സ്വാഗതം ചെയ്യുകയാണ്. കൊച്ചിയിലെ വൈപ്പിൻ ദ്വീപിൻ്റെ വടക്കേ അറ്റത്തുള്ള ഒരു ഗോൾഡൻ സാൻഡി ബീച്ചാണ് ചേറായി ബീച്ച്. ഞങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ രാവിലെ വന്നപ്പോൾ ഇത്രയും ആൾക്കാരാണ് ഇവിടെ ഉള്ളെങ്കിൽ നമുക്ക് വൈകുന്നേരത്ത് വന്നു കഴിഞ്ഞാൽ കാണാൻ പോകുന്ന കാഴ്ച നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഇതിപ്പോൾ രാവിലെ ഞങ്ങൾ എത്തിയിരിക്കുന്നത് ഏതാണ്ട് 9:30 മണിക്കാണ്. അപ്പോൾ ആ സമയത്ത് തന്നെ ബീച്ചിൽ ഇത്രയും ആൾക്കാരെ കാണുന്നു എന്നുള്ളതാണ്. മാത്രമല്ല വളരെ നീറ്റായിട്ടുള്ള ബീച്ചാണ്. ഈ ചേറായി ബീച്ചിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ചേറായി ബീച്ചിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് 2 തരം ഹോളിഡേ ആസ്വദിക്കാവുന്നതാണ്. ഇതിനോട് അടുത്ത് തന്നെയാണ് കായലുമുണ്ട്. അപ്പോൾ നമുക്ക് ഈ തീരപ്രദേശത്തുള്ള ഈ സൈഡിലുള്ള നമുക്ക് ഇത് ആസ്വദിച്ച് കഴിഞ്ഞാൽ നമുക്ക് കായലിൽ പോയി അവിടവും നമുക്കൊരു പ്രത്യേകത ഉള്ള സ്ഥലം കൂടിയാണ്. മാത്രവുമല്ല, ഈ ചേറായി ബീച്ചിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയുമല്ലോ, തിരമാലകൾ അത്ര ഹാർഡല്ല. ഈ അറബിക്കടലിൽ സാധാരണ പല സ്ഥലത്ത് പോകുമ്പോഴും തിരമാലകളെല്ലാം വളരെ ഹൈറ്റിലൊക്കെയാണ് വരുന്നത്. ഇത് ഈ ചേറായി ബീച്ചിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്കങ്ങനെ അഗ്രസീവായിട്ടുള്ള വേവ്സ് ഒന്നും കാണാൻ കഴിയത്തില്ല. മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ഡോൾഫിനെ കാണാൻ പറ്റും. ഡോൾഫിൻ വരുന്ന ഒരു സ്ഥലം കൂടിയാണ്. ഇതിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത് ഭൂപ്രകൃതിക്ക് അനുസരിച്ചിട്ട് കടലിൻ്റെ സ്വഭാവവും മാറുന്നു എന്നുള്ളതാണ്. നമ്മളിപ്പോൾ കേരളത്തിൻ്റെ പല ഭാഗത്തും പോകുമ്പോൾ നമുക്ക് വിവിധ തരം ഭാഷാ ശൈലികൾ കാണുന്നത് പോലെ അവരുടെ സ്വഭാവത്തിലും ഉണ്ടാകുന്ന കുറേ വ്യത്യാസങ്ങളുണ്ടല്ലോ. അതുപോലെ തന്നെയാണ് ഈ ഭൂപ്രകൃതി മാറുമ്പോൾ കടലിൻ്റെ സ്വഭാവം മാറിയ കണക്ക് ഇവിടെ വളരെ ശാന്തമായ തിരമാലകളാണ്, ഗോൾഡൻ സാൻഡാണ്. ഈ നടപ്പാത കെട്ടിയിട്ടുണ്ട്. നല്ല ക്ലീനായിട്ട് സൂക്ഷിക്കുന്ന ഒരു ബീച്ച് കൂടിയാണ് ചേറായി ബീച്ച്. ബീച്ചിൽ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യുന്നില്ല. എന്നിരുന്നാലും നമുക്ക് പറയാൻ പറ്റുന്നത്, രാവിലെ ഇവിടെ വന്നപ്പോൾ ഇത്രയും ആൾക്കാർ ചേറായി ബീച്ചിൽ കണ്ടു എന്ന് പറയുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ മറ്റ് സംസ്ഥാനത്തിലുള്ള ആൾക്കാരാണ് ചേറായി ബീച്ച് തിരഞ്ഞുപിടിച്ച് വന്നിരിക്കുന്നതാണ്. ഈവനിങ്ങിൽ നമ്മളെ ആൾക്കാർ ധാരാളം വരുമായിരിക്കാം. ഞങ്ങൾ ഏതായാലും മറ്റൊരു ഡെസ്റ്റിനേഷനിലേക്ക് പോകുകയാണ്. കാരണം ഇപ്പോൾ ബീച്ചിൽ വരുമ്പോഴത്തേക്ക് അറിയാമല്ലോ, നല്ല കാറ്റ് ഉള്ള സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഓഡിയോയിൽ ഡിസ്റ്റർബൻസ് വരാനും സാധ്യതയുണ്ട്. ഏതായാലും കൊച്ചിയിലൊക്കെ വരുമ്പോൾ ഇത്തരം സ്ഥലങ്ങൾ കൂടി വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൊച്ചി മാത്രം കുറച്ച് ദിവസം സ്പെൻഡ് ചെയ്യാം എന്ന് കൂടി പറയാനാണ് ഞാൻ ഈ അവസരം വിനിയോഗിക്കുന്നത്. നമ്മൾ ഇതുവഴി നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിൽ പോയിട്ട് അതുവഴി ആതിരപ്പള്ളി, അതുവഴി പാലക്കാട്,
തൃശ്ശൂർ എന്ന് പോകണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ഏതായാലും നമുക്ക് അടുത്ത ഒരു ഡെസ്റ്റിനേഷനിലേക്ക് പോകാം. ഷേറായി ബീച്ചിൽ നിന്ന് കുറച്ച് മുമ്പോട്ട് വരുമ്പോൾ നമുക്ക് മുനമ്പം ബീച്ചിലെത്താം. അത് നമ്മൾ അവിടെ എത്തിയിരിക്കുകയാണ്. ഇങ്ങോട്ട് വന്നപ്പോൾ ഈ ചീനവല കണ്ടു. വളരെ വ്യത്യസ്തമായിട്ട് തോന്നി. സാധാരണ നമ്മൾ കണ്ടുവരുന്നതെല്ലാം മുള വെച്ച് കെട്ടിയ ചീനവലകളാണ് കണ്ടത്. ഇത് എനിക്ക് തോന്നുന്നൊരു പെർമനൻറ്റ് സെറ്റപ്പ് ഉണ്ടാക്കിയിരിക്കുകയാണെന്ന് വിചാരിക്കുന്നത് അല്ലേ? സാധാരണ എല്ലാം മുള വെച്ചല്ലേ കിട്ടുന്നത്? പുന്നമരം. ഓക്കെ. എന്താ പേരെന്താ? സനീഷ്. സനീഷ് ഇതാണ് സ്ഥിരം. അപ്പോൾ ഇത് എത്ര മണിക്ക് തുടങ്ങും? രാവിലെയൊക്കെ? രാവിലെ 6 മണിക്ക് തുടങ്ങും. 6 മണിക്ക് തുടങ്ങും. അപ്പോൾ നമ്മൾ ഓരോ തവണ ഡിപ്പ് ചെയ്തിട്ട് പൊക്കുമ്പോഴും മീൻ കിട്ടണമെന്നുണ്ടോ? ഇല്ല, അത് ഭാഗ്യം പോലെ വലിക്കുമ്പോൾ കിട്ടും. ഓ അത് ശരി. ഇത് താഴെ ഇട്ടിട്ട് വലിക്കുന്ന സമയത്ത് അതിൻ്റെ മുകളിൽ കൂടെ മീൻ പോകണേ അത് മാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ തീറ്റ ഇട്ടുള്ള പിടുത്തമല്ല. ഇല്ല. ഓ, അപ്പോൾ ഇത് രാവിലെ തൊട്ട് എത്ര മണി വരെ ഇത് പ്രവർത്തിക്കും? അത് തക്കനുസരിച്ച് വെള്ളം ഒഴുക്ക് കൂടുമ്പോൾ പൂക്കും. ഒഴുക്കുള്ള സമയത്ത് നിർത്തും. വലിച്ചോണ്ടിരിക്കും രാത്രിയും പകലൊക്കെ. എന്തെങ്കിലും കിട്ടിയാൽ. അപ്പോൾ അവിടെ എനിക്കൊരു എപ്പോഴും സംശയമുള്ളത്, നമ്മളിപ്പോൾ ഇതങ്ങ് താഴോട്ട് കൊണ്ടുപോകുമല്ലോ. താഴോട്ട് പോയിട്ട് ഇത് പൊക്കിയെടുക്കുമ്പോൾ വല അവിടെയല്ലേ നിൽക്കുന്നത്? നമ്മൾ അവിടെ നിന്ന് എങ്ങനെ ഫിഷ്? ബോൾസ് ഉണ്ട്. ബോൾസ് ഉണ്ട്. ഓ, അവിടെ മോളിൽ നിന്നിട്ട് ബോൾസ് വെച്ച് കോരയാണ് ചെയ്യുന്നത്. കോരിയെടുക്കും. ഒന്ന് വലിച്ചെങ്കിൽ നമുക്ക് ഒന്ന് അങ്ങോട്ട് പോയി കാണാമായിരുന്നു. ഓക്കെ, അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോയി നിൽക്കട്ടോ. ഇതിപ്പോൾ ഇവിടെ തന്നെ പറഞ്ഞത് ഇന്ന് കാറ്റ് കുറച്ച് കൂടുതലാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ സൗണ്ടെല്ലാം ഇതിൻ്റെ ഓഡിയോ റെക്കോർഡിങ്ങൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് വരുന്നു. ഇവർ മീൻ അതിന്ന് കോരുന്നതാണ് കാണുന്നതേ. അതാണ് എനിക്കൊരു സംശയം ഉണ്ടായിരുന്നത്. എങ്ങനെയാണ് ഇവർ ഇതിൽ വന്നു കഴിഞ്ഞാൽ മീൻ എങ്ങനെ എടുക്കുന്നു എന്നുള്ളതേ. അതിപ്പം മനസ്സിലായി. അത്ര എളുപ്പമല്ല അന്ന് കോരിയെടുക്കുക എന്ന് പറയുന്നുണ്ടല്ലോ. ഓരോ തവണയും താഴത്തെയും ഉയരത്തെയും ചെയ്യുമ്പോൾ കിട്ടിയാൽ കിട്ടി, കുറച്ചേ ഉണ്ടെങ്കിലും അവർ പോയി കോരാൻ നോക്കണം. മീനൊന്നും കിട്ടിയില്ല. ചൂട് കാരണം കുറവാണ് അല്ലേ? സാധാരണ രാത്രി ആകുമ്പോഴേ ഒരു ചെറിയ ലൈറ്റൊക്കെ ഇട്ടല്ലേ ഇത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. മറ്റേ വേറൊരു മരമാണല്ലോ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. സാധാരണ നമ്മൾ ബോട്ടിലും വള്ളത്തിലും ഒക്കെ പോകുമ്പോഴേ നമുക്ക് മീൻ എവിടെ നിന്നെങ്കിലുമൊക്കെ പിടിച്ചുകൊണ്ട് വരാമെന്ന് വിചാരിക്കും. ഇത് ഒരു സ്ഥലം തന്നെയാണല്ലോ. ആ സമയത്തുണ്ടെങ്കിൽ കിട്ടും. ഇതിപ്പോൾ 2 പ്രാവശ്യം ഇട്ടിട്ടും ഒന്നും കിട്ടിയില്ല. ഈ ബോക്സിലുള്ളത് ഇന്ന് രാവിലെ തൊട്ട് വലിച്ചു. അയ്യോ, ഇത്രേ കിട്ടിയുള്ളൂ. മീൻ പിടയ്ക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോഴും എല്ലാം പിടയ്ക്കുന്നുണ്ട്. നമ്മൾ ഈ ചീന വലകളൊക്കെ കാണുമ്പോൾ വിചാരിക്കുന്നത് ഓരോ തവണ ഇത് താഴ്ത്തുമ്പോഴും നിറയെ മീനുമായിട്ടാണ് വരുന്നതെന്നാണ് പുറത്തുനിന്ന് പോകുമ്പോൾ നമ്മൾ കാണുന്നതേ. പക്ഷേ ഇത് ശരിക്കും അധ്വാനമാണ്. ഇത്ര രാവിലെ തൊട്ട് വർക്ക് ചെയ്തിട്ട് ഇത്ര മീനേ കിട്ടിയുള്ളൂ. പെട്ടെന്ന് രാവിലെ വരുമ്പോൾ കുറേ അധികം കിട്ടുന്ന സമയമുണ്ടോ? ഉണ്ടല്ലേ? അത് ആ സമയത്ത് ഫിഷിങ്ങോട്ട് കയറി പോകുന്ന സമയമൊക്കെ ആയിരിക്കും അല്ലേ? ചൂട് കാലം. ചൂട്. ഓ,
ഓ അപ്പോൾ ഇങ്ങോട്ടുള്ള വെള്ളത്തിന് ചൂട് കൂടുതലായിരിക്കും, കുറച്ചുകൂടെ ഉള്ളിൽ തണുപ്പ് കൂടുതലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഫിഷെല്ലാം അങ്ങോട്ട് പോകും, പുറത്തോട്ട് പോകുന്നതാണ്. ഓ അങ്ങനെയാണ്. അപ്പോൾ ഇത് ഇങ്ങനെ കറങ്ങി ദീപമായിട്ട് കിടക്കുകയാണ്. മഴയൊക്കെ പെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇത് കിട്ടും. ആ അപ്പുറത്ത് കാണുന്ന അത് ഏത് സ്ഥലമാണ്? അത് മുനക്കൽ ബീച്ച്, തൃശ്ശൂർ ജില്ലയാണ്. ഓ നമ്മളിപ്പോൾ നിൽക്കുന്നത് എറണാകുളത്താണ്. ആ കാണുന്നത് തൃശ്ശൂർ ജില്ലയാണ്. ആ കാണുന്നത് അതാണ് ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത. അപ്പുറവും ഇപ്പുറവും ആണല്ലേ. വേറെ വോട്ടിങ് എല്ലാം വ്യത്യാസം അല്ലേ, വോട്ടിങ് നേതാവെല്ലാം വ്യത്യാസമാണ്. പക്ഷേ അവിടെയൊക്കെ പൈപ്പിട്ട് ചെയ്തു തുടങ്ങിയിരിക്കുന്നു അല്ലേ. ഇപ്പോൾ ഇവിടെ മൊത്തം പൈപ്പാണ്. പൈപ്പ് ഞാൻ അങ്ങനെ ആ സൈഡിലൊന്നും കാണാറില്ലായിരുന്നു. കൊച്ചിയിലൊക്കെ ഇപ്പോഴും മരത്തിൻ്റെ തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഏതായാലും ഇപ്പം എത്ര വൈകുന്നേരം വരെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമോ? കിട്ടിയാൽ കിട്ടിയില്ലെങ്കിൽ ഇല്ല, അങ്ങനെയാണ്. ഓ അങ്ങനെ കിട്ടും. ഇത് ഇത്രയും നമ്മൾ വലിച്ചിട്ടും 10 മീനും കിട്ടുന്നില്ലെന്ന് പറഞ്ഞാൽ ഒരു കൈ കയറാണ്ടാവുള്ളൂ. അത് അത്രയേ ഉള്ളൂ. ഒരു ഒറ്റ വലിക്ക് ഉണ്ടാവും. ഓ ഏതായാലും വളരെ സന്തോഷം. കാണാം കേട്ടോ. താങ്ക് യു. നമ്മൾ മുനമ്പം ബീച്ചിൽ നിന്ന് നേരെ ഇങ്ങോട്ട് വന്നതാണ്. ഇത് പള്ളിപ്പുറം പോർട്ടെന്നാണ് പറയുന്നത്. ഇത് പോർച്ചുഗീസുകാർ 1503 നിർമ്മിച്ച പോർട്ടാണിത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ആദ്യത്തെ പോർട്ടാണ്. പോർച്ചുഗീസുകാർ ആദ്യമായിട്ട് നിർമ്മിച്ചതാണ് 1503. നമ്മൾ ഇത്തരം നിർമ്മിതികളൊക്കെ നോക്കുമ്പോൾ ഇതിൻ്റെ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് നമ്മളുടെ സാധാരണ ഇവിടെ ഉള്ള ഒരു വാസ്തുവിദ്യയിലല്ല അവർ ചെയ്തിരിക്കുന്നത്. ഇത് ഒരുപാട് സൈഡുകളുണ്ട്. 4 സൈഡൊന്നും അല്ലല്ലോ, 6 or 8 സൈഡുള്ള കണക്കാണ് അവർ കെട്ടിയിരിക്കുന്നത്. നമുക്ക് കാണാം ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ നോക്കുമ്പോൾ ഒരു വിദേശ അധിനിവേശം ഉണ്ടായ സമയം നോക്കുമ്പോൾ എല്ലാം അവരിത്തരം കോട്ടകൾ കെട്ടുന്നതെല്ലാം കടലിനോടോ കായലിനോടോ ചേർന്നിട്ടുള്ളതായിരിക്കും. അപ്പോൾ കായലാണെങ്കിൽ തന്നെയും അതിനൊരു കണക്ഷൻ കടലിലേക്ക് കിട്ടുന്ന രീതിയിലാണ് അവർ ചെയ്തു വെച്ചിരിക്കുന്നത്. ഇവിടെയും അങ്ങനെ തന്നെ ചെയ്തിരിക്കുന്നത്. ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ കായൽ വഴി നമുക്ക് കടലിൽ കണക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സ്ഥലങ്ങളാണ്. അങ്ങനെ അന്ന് അവർ വന്ന് സിസ്റ്റമാറ്റിക്കായിട്ട് ഒരു രാജ്യം പിടിച്ചെടുക്കാൻ ശ്രമിച്ച ചില അവശേഷിപ്പുകളാണ് നമ്മൾ ഇന്ന് ഈ കാണുന്നത്. ഏതായാലും നമ്മൾ ഹോളിഡേ അല്ലേ, അപ്പോൾ ഇതുമെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് അടുത്ത ഒരു ഹോളിഡേ ഡെസ്റ്റിനേഷനിലേക്ക് പോകാം. നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് പറവൂർ സിനഗോഗാണ്. കേരളത്തിൽ അവശേഷിക്കുന്ന ഏറ്റവും വലിയ സിനഗോഗുകളിൽ ഒന്നാണ് ഈ പറവൂർ സിനഗോഗ്. ജൂത സമൂഹത്തിൻ്റെ ചരിത്രം പറഞ്ഞു കഴിഞ്ഞാൽ അവരിങ്ങനെ എങ്ങും രാജ്യമൊന്നുമില്ലാതെ ഇങ്ങനെ പലായനം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അഭയം കൊടുത്തത് യഥാർത്ഥത്തിൽ ഇന്ത്യയാണ്, കേരളത്തിലാണ് കൂടുതൽ ആൾക്കാരും വന്ന് തങ്ങിയത്. കൊടുങ്ങല്ലൂരും കൊല്ലത്തുമൊക്കെ ആയിരുന്നു. കൊടുങ്ങല്ലൂർ ഒരു വലിയ വെള്ളപ്പൊക്കം വന്നതിന് ശേഷമാണ് ധാരാളം ജൂതന്മാർ ഈ പറവൂരിൽ വന്ന് താമസിക്കുകയും ഇത് 1165 ഇത് നിർമ്മിച്ചത്. പിന്നെ അതിനുശേഷം അവർ പുനർനിർമ്മാണം നടത്തിയിട്ടുണ്ട്. 1948 ഇസ്രയേൽ രാജ്യം രൂപീകരിച്ചപ്പോൾ ഈ ജൂതന്മാരെല്ലാം തിരിച്ചു പോയി തുടങ്ങി, അവരുടെ രാജ്യത്തേക്ക് പോയി തുടങ്ങുകയും 1950 ഒട്ടുമിക്ക ആൾക്കാരും പോവുകയും ചെയ്തു.
ഇവരുടെ ആരാധനാലയം പ്രവർത്തിക്കണമെങ്കിൽ ഒരു മിനിമം 10 പേരെങ്കിലും ഉണ്ടാവണം എന്നുള്ള ഒരു നിയമമുണ്ട്. 1988 ആ 10 പേര് തികയാത്തത് കൊണ്ട് അന്ന് തൊട്ട് ഇവിടുത്തെ ആരാധന ക്രമങ്ങൾ നിർത്തുകയും ഇപ്പോൾ ഇതൊരു മ്യൂസിയമായിട്ടാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ ഈ കെട്ടിടം നോക്കിയാൽ തന്നെ നമുക്ക് കാണാൻ പറ്റും, ഇതൊരു പ്രത്യേക ശൈലിയാണ്. ഇത് അവരുടെ ഇസ്രയേലിൻ്റെ ഒരു ശൈലിയും കേരളത്തിൻ്റെ ഒരു ശൈലിയും ചേർത്ത് നിർമ്മിച്ചിരിക്കുന്ന ഒരു കെട്ടിടമാണ് ഈ ഫറവൂർ സിനഗോഗ്. ഏതായാലും ഈ ഏരിയയിൽ വരുമ്പോൾ ഇത് ഒന്ന് വിസിറ്റ് ചെയ്യേണ്ട സ്ഥലം തന്നെയാണ്. കാര്യം നമ്മൾ ചരിത്രത്തിൽ ഒരുപാട് കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. അത് നമുക്കൊരു പക്ഷേ ഇവിടെ വരുമ്പോൾ കാണാൻ കഴിയും. ഏറ്റവും കൂടുതൽ ക്രൂശിക്കപ്പെട്ട ഒരു സമൂഹമാണ് ഈ ജൂത സമൂഹം എന്ന് നമ്മൾ പല സ്ഥലത്തും വായിച്ചിട്ടുണ്ട്. അവരിങ്ങനെ എങ്ങും താമസിക്കാൻ സ്ഥലമില്ലാതെ ഓടി നടന്ന ആൾക്കാരാണ്. അവരുടെ കേരളത്തിൽ വന്നതിൻ്റെ ഒരു അടയാളം കൂടിയാണ് ഈ കാണുന്ന ഫറവൂർ സിനഗോഗ്. നമ്മളിപ്പോൾ തൃശ്ശൂർ ജില്ലയിൽ കൊടുങ്ങല്ലൂർ എത്തിയിരിക്കുകയാണ്. കൊടുങ്ങല്ലൂർ വരുമ്പോൾ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് കൊടുങ്ങല്ലൂർ ചേരമാൻ പെരുമാൾ ജുമാ മസ്ജിദാണ്. അതാണ് ഈ പുറകിൽ കാണുന്നത്. ഇതിന് വലിയ ഒരു പ്രത്യേകതയുണ്ട്. കാരണം ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ജുമാ മസ്ജിദാണിത്, ലോകത്തെ രണ്ടാമത്തെ. ഈ ചേരമാൻ ജുമാ മസ്ജിദിനകത്ത് ഒരു കിടാവിളക്കുണ്ട്. ആ കിടാവിളക്കിലാണ് ആൾക്കാർ നേർച്ച ആയി എണ്ണ കൊടുക്കുന്നതാണ് ഇവിടുത്തെ ഒരു പ്രധാന നേർച്ച. മാത്രവുമല്ല, ഈ നമ്മളുടെ കുട്ടികളെയൊക്കെ എഴുത്തിന് ഇരുത്തുന്ന സമയമുണ്ടല്ലോ, പൂജയുടെ സമയത്ത്, ആ എഴുത്തിന് ഇരുത്തുന്ന സമയത്ത് ഇവിടെ ജാതി മത ഭേദമന്യേ ആൾക്കാർ വന്ന് ഇതിൻ്റെ എഴുത്തിന് ഇരുത്താറുണ്ട് എന്നുള്ളതും ഈ ജുമാ മസ്ജിദിൻ്റെ ഒരു പ്രത്യേകതയാണ്. നമുക്കിതിൻ്റെ വാസ്തുവിദ്യ നോക്കിയാൽ തന്നെ അറിയാം, ഇത് കേരളത്തിൻ്റെ തനതായ വാസ്തുവിദ്യയാണ്. മരത്തിലെ തൂണുകളും ചിത്രപ്പണികളും കൂടാതെ നമുക്ക് കാണാവുന്ന ഓടുമേഞ്ഞ മേൽക്കൂരകളുമാണ് ഇതിൻ്റെ വാസ്തുവിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഏതായാലും കൊടുങ്ങല്ലൂർ വരുമ്പോൾ എല്ലാവരും ഒന്ന് വിസിറ്റ് ചെയ്യേണ്ട സ്ഥലം കൂടിയാണ് ചേരമാൻ പെരുമാൾ മസ്ജിദ്. നമുക്ക് ഈ ജുമാ മസ്ജിദിൽ വന്നപ്പോൾ നമുക്ക് മിസ്റ്റർ സിറാജുദ്ദീൻ ഈ പള്ളിയുടെ ഗൈഡാണ്. അദ്ദേഹം കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഈ മസ്ജിദിനെ കുറിച്ച് പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഇത് നമുക്ക് പ്രത്യേകിച്ച് അറിയാനുള്ളത്? അതെ, യമനിലെ രാജാവായ ഹബീബ് ഇബ്നു മാലിക് അദ്ദേഹം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചന്ദ്രനെ രണ്ടായി പിളർത്തി കാണിക്കുകയാണെങ്കിൽ ഞങ്ങൾ ഇസ്ലാം മതം സ്വീകരിക്കും എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അള്ളാഹു ഖുർആൻ ഇറക്കി കൊടുത്തു, ഇഖ്തറബത്തി സാഅത്തു വൻഷക്കൽ ഖമർ, ചന്ദ്രൻ രണ്ടായി പിളർന്നു, സമയം അടുത്തു എന്നുള്ള ആയത്താണ് ഇറങ്ങിയത്. ഇത് റസൂലുള്ളാഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സമയത്ത് ഹബീബ് ഇബ്നു മാലിക്കിൻ്റെ മുമ്പിൽ നിൽക്കുകയായിരുന്നു. ചന്ദ്രനെ രണ്ടായി കൈകൊണ്ടൊരു വര വരച്ചപ്പോൾ രണ്ടായി പിളരുകയും അത് വീണ്ടും യോജിക്കുകയും ചെയ്തത് ഇവിടെ നിന്ന് കൊടുങ്ങല്ലൂരിലെ രാജാവായിരുന്ന ചേരമാൻ പെരുമാൾ അത് കാണുകയും അങ്ങനെ അദ്ദേഹം അതിനെക്കുറിച്ച് ഇവിടെയുള്ളവരോടെല്ലാം അന്വേഷിക്കുകയും ചെയ്തു. അദ്ദേഹത്തിന് വ്യക്തമായ മറുപടി കിട്ടിയില്ല. ഒരു കച്ചവട സംഘങ്ങൾ അറബികൾ ഇവിടെ കച്ചവടത്തിന് വന്നു. അതിൽ ഒരു അറബി ഉണ്ടായിരുന്നു, ഷെയ്ഖ് സഹറുദ്ദീൻ ഇബ്നു തഖിയുദ്ദീൻ അൽ മദനി എന്ന അറബി. ആ അറബിയായിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം ഈ ചന്ദ്രൻ പിളർന്ന കാര്യങ്ങൾ വിശദീകരിച്ചു. അങ്ങനെ അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം AD 616 ഇവിടെ നിന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാൻ വേണ്ടി മക്കയിലേക്ക് പുറപ്പെടുകയും അങ്ങനെ മക്കയിൽ പോയി ഇസ്ലാം മതം സ്വീകരിക്കുകയും
വിളിക്കുകയും അദ്ദേഹത്തിൻ്റെ പേര് താജുദ്ദീൻ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിളിക്കുകയും ശേഷം അദ്ദേഹം അവിടെ നിന്ന് അറബികൾ ഇന്ത്യ കാണാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ മാലിക് ബിൻ ദീനാറും മാലിക് ബിൻ ഹബീബും ഹബീബിന് മാലിക്കും ഷറഫ് ബിൻ മാലിക്കും ഇവരെല്ലാവരും കൂടി ഇന്ത്യ കാണാൻ വേണ്ടി അവിടെ നിന്ന് യാത്ര പുറപ്പെട്ടു. അങ്ങനെ പുറപ്പെട്ട് അവർ വന്നു ഒമാനിലെത്തിയപ്പോൾ ഒമാനിൽ ഷാർമോലയിൽ എത്തിയപ്പോൾ അദ്ദേഹം രോഗബാധിതനായി. അപ്പോൾ അദ്ദേഹം ഒരു തിട്ടൂരം എഴുതി കൊടുത്തു, നിങ്ങൾ ഇന്ത്യയിലേക്ക് പോകണം, ഇന്ത്യയിൽ പോയി പള്ളി പണിയണം, അവിടെയുള്ള രാജാക്കന്മാർ നിങ്ങൾക്ക് സ്ഥലം തരും എന്ന് പറഞ്ഞു തിട്ടൂരം എഴുതി കൊടുത്തു. അതുകൊണ്ട് അവർ അറബികൾ ഇങ്ങോട്ട് വന്നു. ചേരമാൻ പെരുമാൾ ഒമാനിൽ വെച്ചുകൊണ്ട് സലാലയിൽ വെച്ചുകൊണ്ട് AD 622 മുഹറം 1-ാം തീയതി അദ്ദേഹം അവിടെ വെച്ച് വഫാത്തായി, അവിടെ വെച്ച് മരണപ്പെട്ടു. ശേഷം ഇവിടെ വന്നു അറബികൾ പള്ളി പണിതു. AD 629 ഹിജ്റ 5-ാം വർഷം അവർ ഈ പള്ളി പുനഃസ്ഥാപിക്കുകയും ഈ പള്ളിയുടെ എല്ലാ പരിപാലനങ്ങളും അവർ ഏറ്റെടുക്കുകയും അങ്ങനെ കേരളത്തിൽ അവർ 10ഓളം പള്ളികൾ സ്ഥാപിച്ചു. അതിൽ ഇന്ത്യയിലെ ആദ്യത്തെ 1-ാമത്തെ പള്ളി എന്ന് പറയുന്നത് ചേരമാൻ ജുമാ മസ്ജിദാണ്. ഇതാണ് ഇതിൻ്റെ ഐതിഹ്യം എന്ന് പറയുന്നത്. ഇത് നടന്ന കാര്യങ്ങളാണ് ഇത്രയും പറഞ്ഞത്. അതുകൊണ്ട് ചേരമാൻ ജുമാ മസ്ജിദിനെ ഇവിടെ വരുമ്പോൾ, നിങ്ങൾ കൊടുങ്ങല്ലൂർ വരുമ്പോൾ ഒരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് കൂടി. ഓക്കെ, ഈ പള്ളിയുടെ പിന്നൊരു പ്രത്യേകത എന്ന് പറയുന്നത് എല്ലാ മതവിഭാഗങ്ങളും ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും എല്ലാ മതവിഭാഗങ്ങളും ഈ പള്ളിയെ സന്ദർശിക്കാറുണ്ട്. ഇത് എല്ലാ മതവിഭാഗങ്ങളുടെയും കൂടി ഒരു സംഗമ കേന്ദ്രം കൂടി ആണ്. ഓക്കെ, താങ്ക് യു. Thank you very much. കൊടുങ്ങല്ലൂർ ജുമാ മസ്ജിദിന് ഞങ്ങൾ ഇറങ്ങി ഒരു 5 മിനിറ്റ് മുമ്പോട്ട് വന്നപ്പോഴാണ് കൊടുങ്ങല്ലൂരിലെ ഭദ്രകാളി ക്ഷേത്രം. ഈ ഭദ്രകാളി ക്ഷേത്രം എന്ന് പറയുന്നത് കേരളത്തിലെ മൊത്തം 64 ഭദ്രകാളി ക്ഷേത്രങ്ങളുടെ ആസ്ഥാനമായിട്ടാണ് അറിയപ്പെടുന്നത്. പിന്നെ ദേവിയെ പ്രീതിപ്പെടുത്താനായിട്ട് ഭക്തർ ചെയ്യുന്നതാണ് ഇവിടുത്തെ ഒരു പാട്ടുണ്ട്, ഭരണി പാട്ടുകൾ ഉണ്ടല്ലോ, ഭരണി പാട്ട്. അതിനൊരു ട്യൂൺ തന്നെ ഉണ്ട്. താനാരോ തന്താനോ തര താനാരോ തന്താരോ, ഇങ്ങനെ തുടങ്ങി പാടുന്ന പാട്ടുകളാണ് ഇവിടുത്തെ ഭക്തർ ദേവിയെ പ്രീതിപ്പെടുത്താനായിട്ട് ഗ്രൂപ്പായിട്ട് നിന്ന് പാടുന്ന ആ പാട്ടുകളെന്ന് പറയുന്നത് ഈ കൊടുങ്ങല്ലൂർ ചുറ്റുപ്രദേശത്തും മുമ്പുണ്ടായിരുന്ന ആചാരങ്ങൾ എടുത്ത് പറയുന്ന ഒരു വാക്കുകൾ കൂടിയാണ്, ആ കവിതകൾ കൂടിയാണ് ആ ഒരു ഭരണിപ്പാട്ടിൽ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കൊടുങ്ങല്ലൂർ ഈ ഭദ്രകാളി ക്ഷേത്രത്തിലെ ഉത്സവം എന്ന് പറയുന്നത് മാർച്ച് ഏപ്രിൽ മാസങ്ങളിലാണ് നടക്കുന്നത്. മാത്രവുമല്ല, നമുക്കിപ്പോൾ കാണുന്നത് പോലെ ഈ 4 ചുറ്റധികം കാണുന്ന ആലുകളില്ലേ, ഈ ആലുകൾ എന്ന് പറയുന്നത് ഇതൊരു തണൽ മരമാണല്ലോ. അപ്പോൾ ആ ഉത്സവത്തിനൊക്കെ വരുമ്പോൾ ആൾക്കാർ വിരി വെച്ച് ഇതിൻ്റെ ആൽമരത്തിൻ്റെ താഴെയാണ് താമസിക്കുന്നതെന്നും കേട്ടിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ നമുക്കിപ്പോൾ കാണാവുന്നത് പോലെ വളരെ പഴക്കമുള്ള ഒരു വാസ്തുവിദ്യയാണ്, കേരളത്തിൻ്റെ തനതായ വാസ്തുവിദ്യയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. നമുക്ക് ഈ കുറേ ബിൽഡിങ്ങുകളെല്ലാം അതേപോലെ തന്നെ പ്രിസർവ് ചെയ്തിരിക്കുന്നതായിട്ടും കാണാം. മാത്രമല്ല വലിയ ചുറ്റുമതിലുകളും വലിയ ആൽമരങ്ങളുമാണ് ഈ അമ്പലത്തിൻ്റെ കോമ്പൗണ്ടിലുള്ള വലിയ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. നമ്മൾ കൊടുങ്ങല്ലൂർ എന്ന് പറയുന്ന സ്ഥലം ശരിക്കും ഒന്ന് എക്സ്പ്ലോർ ചെയ്യേണ്ടതാണ്. ചരിത്രത്തിൻ്റെ ഉറവിടം എന്ന് തന്നെ പറയാം, കേരള ചരിത്രത്തിൻ്റെ ഉറവിടം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഇപ്പോൾ ചേരമാൻ പെരുമാളിൻ്റെ കഥകളും ഇതെല്ലാം ആയിട്ട് ബന്ധപ്പെട്ട് കിടക്കുകയാണ് ഇവിടുത്തെ ഈ അമ്പലവും മസ്ജിദും തുടങ്ങി മറ്റ് പല കാര്യങ്ങളും നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ചരിത്രത്തെക്കുറിച്ച് പഠിക്കാൻ താല്പര്യമുള്ളവർക്കും ഈ അമ്പലത്തിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ കേരളത്തിൽ അന്ന് നടന്നിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചിട്ടൊക്കെ നമുക്ക് അറിയാൻ കഴിയുമെന്നുള്ളതാണ് ഈ അമ്പലത്തിൻ്റെ മറ്റൊരു പ്രത്യേകത. ഏതായാലും ഞങ്ങൾ അടുത്ത ഒരു ഡെസ്റ്റിനേഷനിലേക്ക് പോവുകയാണ്. ചാലക്കുടി വഴി പോകാനാണ് ശ്രമിക്കുന്നത്. ഏതായാലും കേരളത്തിൻ്റെ മറ്റൊരു മനോഹരമായ ദൃശ്യ വിസ്മയം കാണാൻ ഒരുങ്ങും.